സിറാജ് ലൈവ് കേരള യാത്ര പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. സ്വാഗതം. നന്മഴകായി വെൺമുകിലായി കേരള യാത്ര ഇതാ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പീരങ്കി മൈതാനിയിൽ ജനസാഗരമിരമ്പി. കേരള യാത്രയ്ക്ക് കൊല്ലത്ത് ഉജ്ജ്വല സ്വീകരണം. പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് പോവാതിരിക്കാൻ ലോകരാജ്യങ്ങൾ കടുത്ത തീരുമാനമെടുക്കണമെന്ന് കാന്തപുരം ഉസ്താദ്. ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള കരുത്ത് ലോകത്തിനില്ലെന്നും കാന്തപുരം. കേരള യാത്രയിൽ ഉയർന്നുവരുന്ന നല്ല നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സിറാജ് ലൈവ് എക്സ്ക്ലൂസീവ്. നീണ്ടകരയെ അന്താരാഷ്ട്ര മാരിടൈം ഹബ്ബായി ഉയർത്തണമെന്ന് കേരള യാത്ര. കൊല്ലം പരപ്പിലെ മണൽ ഖനന നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യം. കേരള യാത്ര വെള്ളിയാഴ്ച സമാപിക്കും. നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ തിരുവനന്തപുരത്തേക്ക്. പുത്തരിക്കണ്ടം മനുഷ്യസാഗരമാകും. അപ്പോൾ വിശദമായ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് റിപ്പോർട്ടേഴ്സ് വ്യൂ എന്ന സെഗ്മെന്റിൽ പതിവ് പോലെ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് റിപ്പോർട്ടർമാർ ചേരുന്നു. എം ബിജുശങ്കർ, ഉമർ മായനാട്. രണ്ടുപേർക്കും സ്വാഗതം. ബിജു, അങ്ങനെ കേരള യാത്ര നമ്മളിപ്പോൾ 15ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 15 ദിവസമായിട്ടുള്ള നമ്മുടെ യാത്ര നാളെ കേരള യാത്ര സമാപിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ല, സത്യമാണത്. വലിയൊരു ആവേശം നൽകിയ ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇന്ന് ഉസ്താദ് ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങളാണ് ഉസ്താദ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തോട്. ഇപ്പം ഈ ഒരു 15 ദിവസവും നമ്മൾ കണ്ടത് അത് തന്നെയാണ്. ഒരിക്കൽ പോലും പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നില്ല, വ്യത്യസ്തമായ വിഷയങ്ങൾ. ഇന്ന് അന്താരാഷ്ട്ര കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഉസ്താദ് സംസാരിച്ചത്. എന്തായിരുന്നു? തീർച്ചയായും സാർവദേശീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ വളരെ പ്രത്യേകമായ ഒരു കഴിവ് നമ്മുടെ നേതാക്കളെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉസ്താദ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വെനിസ്വേലയിൽ വിഷയം ഉണ്ടായപ്പോൾ ഏറ്റവും അധികം പ്രതികരിച്ച നേതാവ് ഉസ്താദാണ്. അതുപോലെ തന്നെ ഹക്കീം ഉസ്താദ് അതിന് മുന്നേ നടന്ന പ്രമേയ പ്രഭാഷണത്തിൽ ആ വിഷയം പറഞ്ഞു. അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഇങ്ങനെ വിഷയം ലോകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത്രമേൽ അപ്ഡേറ്റ് ആണ് നമ്മുടെ നേതാക്കൾ. അപ്പോൾ കാന്തപുരം ഉസ്താദ് അത് അന്ന് പറഞ്ഞത് എല്ലാ നേതാക്കളും ശ്രദ്ധിച്ചു. ലോകത്ത് പിന്നീട് പല യോഗങ്ങളിലും പല നേതാക്കളും അത് പറഞ്ഞു. വെനിസ്വേലയുടെ വിഷയം കാന്തപുരം ഉസ്താദാണ് ലോകത്ത് ആദ്യം പറഞ്ഞിട്ടുള്ള പണ്ഡിതൻ, ഒരുപക്ഷെ കാന്തപുരായിരിക്കും എന്നൊക്കെ പറയുകയുണ്ടായി. ഇന്നിപ്പോൾ കാന്തപുരം ഉസ്താദ് കൊല്ലത്ത് പ്രസംഗിച്ചതിൽ വളരെ പ്രധാനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധവും അതിൽ അമേരിക്കയുടെ ഇടപെടലിനെ സംബന്ധിച്ചാണ്. അപ്പം അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ഇപ്പോൾ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നായകത്വം ഉണ്ടായിരുന്ന ഇന്ത്യ ഇറാനിൽ അമേരിക്ക ഇടപെടുന്ന വിഷയത്തിൽ ശക്തമായ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അദ്ദേഹം പറയുന്നത് ഇറാനിലൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ഗൾഫ് മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. കാരണം അമേരിക്കയുടെ സൈനികർ എല്ലാ ഗൾഫ് മേഖലയിലും അമേരിക്കയ്ക്ക് സൈനിക ആസ്ഥാനങ്ങളുണ്ട്. തീർച്ചയായും ഇറാൻ പറഞ്ഞിട്ടുണ്ട് അത്തരം മേഖലകളിൽ ഞങ്ങൾ തിരിച്ചടി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ ഖത്തറിൽ തിരിച്ചടി ഉണ്ടാവും, സൗദി അറേബ്യയിൽ തിരിച്ചടി ഉണ്ടാവും, ബഹ്റൈനിൽ തിരിച്ചടി ഉണ്ടാവും. അപ്പം ഗൾഫ് മേഖലയിലൊക്കെ തിരിച്ചടി ഉണ്ടാവുകയും അത് ഇന്ത്യക്കാരായ പ്രവാസികളെ വലിയ തോതിൽ ബാധിക്കുകയും ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പഴയ ഗൾഫ് യുദ്ധത്തിന്റെ ഒരു ഭീകരത പോലെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ ഒരു ആഘാതം മലയാളി ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യൻ ഭരണാധികാരി ഈ പ്രവാസികളുടെ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യം അതിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പിന്നീട് നടന്ന പ്രഭാഷണങ്ങളിലൊക്കെ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രവാസികളുടെ അവരുടെ രക്ഷിക്കണേ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ദുആ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എന്തായാലും ആഗോളതലത്തിലുള്ള ഒരു വിശാലമായ തലത്തിൽ ഈ യാത്രയും അതിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ മാറിയിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായിരുന്നു മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മനുഷ്യർക്കൊപ്പം എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മനുഷ്യർക്കൊപ്പം എന്ന് മാത്രമല്ല, ആഗോളതലത്തിലുള്ള മനുഷ്യർക്കൊപ്പം യാത്രക്കുണ്ടായിരുന്നു. അതിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ പല ഘട്ടങ്ങളായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇറാൻ വന്നത് വളരെ സവിശേഷമായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. ഉമ്മറെ, അപ്പോൾ നാളെ നമ്മുടെ സമാപന ദിവസമാണ് അല്ലേ? വലിയ ഒരു യാത്ര, കാന്തപുരം ഉസ്താദിന്റെ 3ാമത്തെ കേരള യാത്ര, അതൊരു ജൈത്രയാത്രയായി മാറിക്കഴിഞ്ഞു. നാളെ പുത്തരിക്കണ്ടം മൈതാനിയിൽ യാത്ര സമാപിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ ആയോ? ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിരുന്നോ? നമുക്കറിയാം 2012 നമ്മുടെ കേരള യാത്ര ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു. അത് നിറഞ്ഞു കവിഞ്ഞ സദസ് ഇപ്പോഴും ഓർമ്മയിലുണ്ടല്ലേ? ആ സദസ്സൊക്കെ ഫ്രെയിം നമ്മളെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ അന്ന് ശിവജി എടുത്തൊരു പടം ഉണ്ടായിരുന്നു, അത് ഗംഭീരമായ ഫോട്ടോഗ്രാഫായിരുന്നു അത്. അപ്പൊ അതില് അത്തരത്തിലുള്ള സൗകര്യവും ഇപ്പോൾ അവിടെ ലഭ്യമല്ല എന്നാ പറയുന്നത്. ലഭ്യതക്കനുസരിച്ച് പുത്തരിക്കണ്ടം മൈതാനാണ് നമുക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും ലഭ്യമായ സ്ഥലം കിട്ടിയത്. നമ്മുടെ KK കോട്ടക്കൻ അടുത്തുള്ള സ്ഥലമാണ് പുത്തരിക്കണ്ടം മൈതാനം. പാളയത്തു നിന്നാണ് നമ്മുടെ റാലി ആരംഭിക്കുന്നത്. സെന്റിനറി ഗാർഡിന്റെ അതായത് നമ്മുടെ ഇതുവരെ നമുക്കറിയാം ഓരോ ജില്ലയിലും സെന്റിനറി ഗാർഡിന്റെ അകമ്പടിയോടെയാണ് കേരള യാത്ര അതായത് സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത്. ആ ഗാർഡ് അംഗങ്ങൾ മുഴുവനായിട്ട് തിരുവനന്തപുരത്തെത്തും. അതായത് ഓരോ ജില്ലയിൽ നിന്നുള്ള 313 ആളുകൾ, അപ്പോൾ ഏകദേശം ഒരു 6000-ലധികം ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കണം. ഗംഭീരമായൊരു അനുഭവമായിരിക്കും അതെ.
അപ്പോൾ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റാലിയാണ് നാളെ മുഖ്യമായിട്ടുള്ളത്. അപ്പോൾ അവര് ഇന്ന് രാത്രി തന്നെ കഴിഞ്ഞു. അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ബസ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ പാളയത്തു നിന്നാണ് റാലി എടുക്കുന്നത്. പാളയത്ത് നമുക്കറിയാം അവിടെ ഒരു മതേതര ചിഹ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ ദേവാലയം, ഹൈന്ദവ ക്ഷേത്രം എല്ലാം കൂടെ അടങ്ങിയ ഒരു മതസാഹോദര്യത്തിന്റെ ഒരു ചിത്രമാണ് അവിടെ. രക്തസാക്ഷി സ്തൂപം ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് നമ്മളെ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അവിടെ നിസ്കരിക്കാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. ഇപ്പം ഞാൻ അതിന്റെ സംഘാടകർ വിളിച്ചപ്പോൾ അവരാകെ ഒരു വെപ്രാളത്തിൽ പേടിയിലാണുള്ളത്. എന്താണ് എങ്ങനെ ഈ ജനാവലിയെ ഉൾക്കൊള്ളും? അന്ന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് 2012 ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ കാര്യം നമ്മൾ വലിയ വിഷയം തന്നെ ഒരു റൂമിന് വേണ്ടി നോക്കിയ സമയത്ത് ഇല്ല, അവിടെ എവിടെയില്ല, എല്ലാം ഫുൾ ആളുകൾ ഇന്ന് വന്ന് തമ്പടിച്ച് നിൽക്കുകയാണ്. ആളുകളൊക്കെ തമ്പടിച്ചിരിക്കുകയാണ്. ട്രെയിനൊക്കെ ഫുള്ളാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു റാലിയും ഇങ്ങനെ ഒരു സമ്മേളനവും സംഘാടകർ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു സെന്റിനറി ഗാർഡിന്റെ റാലിയോട് കൂടിയുള്ള ഒരു പരിപാടി എന്ന മാത്രമാണ് ലക്ഷ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ജനങ്ങൾ അതിനെ ഏറ്റെടുത്തു. ഇനിയിപ്പം ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ബിജു, മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ ഓരോ സ്വീകരണ കേന്ദ്രത്തിൽ ജില്ലാ അതിർത്തിയിൽ നേതാക്കളെ സ്വീകരിക്കുന്നിടത്ത്, കാരണം ഈ കേരള യാത്രക്കകത്തെ ഇപ്പോൾ കഴിഞ്ഞ 15 ദിവസമായിട്ട് നമ്മൾ കണ്ടുവരാം വ്യത്യസ്തതകളുടെ ഒരു വലിയ ലോകം തന്നെ ആയിരുന്നു ഈ 15 ദിവസത്തിലെ. ഓരോ കേരളത്തിലുള്ള ഓരോ സെഗ്മെന്റ് നമ്മൾ എടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ വ്യത്യസ്തത. നെൽക്കതിർ നൽകിയിട്ടുള്ള ഒരു സ്വീകരണം നെല്ലറയുടെ നാട്ടിൽ പാലക്കാട്ടേക്ക് പോയപ്പോഴും അങ്ങനെ ഉണ്ടായില്ല. വൈവിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തഴപ്പായ അല്ലേ കൊല്ലത്തേക്ക് സ്വീകരിച്ചത്. അപ്പൊ ഓച്ചിറയിൽ വെച്ചിട്ട് സ്വീകരിച്ചപ്പോ ഒരു പായ കൊടുത്തിട്ടാണ് സ്വീകരിച്ചത്. അപ്പൊ നമുക്കത് മനസ്സിലായില്ല. അപ്പൊ അത് വളരെ പ്രിയങ്കരമായിട്ടാണ് നേതാക്കൾ ഏറ്റുവാങ്ങിയത്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഓച്ചിറ പായ എന്ന് പറയുന്നത് തഴവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ ഒറിജിൻ. തഴപ്പായാണ് ആ സ്ഥലത്തിന് അങ്ങനെ പേര് വന്നതാണ്. ഇത് ഭൗമസൂചക അടയാളം കിട്ടിയ പായാണെന്ന് പറയുന്നത്. അപ്പൊ അത്രയും പ്രസിദ്ധമാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ ചരിത്രമുണ്ട്. അതായത് ഈ തോട്ടുവാക്കിൽ പുരുഷന്മാർ രാവിലെ പണിക്ക് പോകും. അവർ വൈകിട്ട് വരുമ്പോ ഈ തട വെട്ടിയിട്ട് വീട്ടിൽ വരും. എന്നിട്ട് സ്ത്രീകളാണ് ഇത് മെനഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇത് പുഴുങ്ങി ഉണക്കിയതിന് ശേഷമാണ്. അപ്പൊ ഈ കൈത ചെടി ആൺ ചെടിയുണ്ട്, പെൺചെടിയുണ്ട്. വാൻചെടിയുടെ സാധാരണ പായും പെൺചെടിയുടെ ഇലയിലാണ് ഈ അച്ചിപ്പായ എന്ന് പറയുന്നത്. അതിപ്പോ പിന്നീട് പ്രസംഗത്തിൽ ഉസ്താദ് പറയുകയും ചെയ്തു. ബിജു ഭയങ്കര ഗവേഷണ. അതല്ല, ഇതിൽ ഈ 15 ദിവസത്തിന്റെ ഇടയ്ക്ക് ബിജുവിന്റെ ചില നിരീക്ഷണങ്ങളുണ്ടല്ലോ, അത് വളരെ ഗംഭീരമായ നിരീക്ഷണം. മാത്രമല്ല പിന്നെ ഈ സംഘടനയുടെ ഈ ഒരു മുസ്ലിം ടെർമിനോളജി ഒക്കെ വളരെ കൃത്യവും സ്പഷ്ടവുമായിട്ടാണ് ബിജു പറയുന്നത്. ഇരുമ്പൊക്കെ പറഞ്ഞു. അത് ഇരുമ്പ് മാത്രമല്ല, ബിജുവിന്റെ അതിപ്പോ നമ്മൾ ലൈവിൽ പ്രേക്ഷകരോട് പറയുന്നില്ല. അപ്പൊ ഗംഭീരമാണ് ഉസ്താദ് പറഞ്ഞത്. പണ്ടൊക്കെ അറ ഒരുക്കാൻ വേണ്ടി പോലും ഈ അച്ചിപ്പായി ആണ് ഉപയോഗിച്ചിരുന്നത്. അത്രയും മഹത്തമായിട്ട് ആടിയതാണ്. അപ്പൊ ഈ അച്ചിപ്പായ ഉണ്ടാക്കുന്നത് 2 പായകൾ ചേർത്ത് മെടഞ്ഞിട്ടാണ്. വലിയ അധ്വാനമുള്ള പണിയാണ്. അപ്പൊ അത് ഒരു പ്രദേശത്തിന്റെ വലിയ ജീവിത രീതിയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഈ ഓച്ചിറ ഭാഗങ്ങളിൽ, ഈ തഴവ ഭാഗങ്ങളിലൊക്കെ. അപ്പൊ അത് ഭൗമസൂചക അടയാളം കിട്ടിയ ഒരു. ഞാനും കരുതി കേട്ടോ, ഞാൻ ആ സ്വീകരണം നമ്മൾ ലൈവ് റിപ്പോർട്ടിങ്ങിൽ നിൽക്കുന്ന സമയത്താണല്ലോ ഇത്. അപ്പൊ പെട്ടെന്നൊരു പായ കൊടുത്ത് സ്വീകരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തിയില്ല എന്നാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ആളുകളോട് ചോദിച്ചു എന്താണ് ഇതിന്റെ. അപ്പൊ അവരാണ് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞത്. പരിസ്ഥിതിയുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ്. തണുപ്പ് കിട്ടാൻ. പിന്നെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ആദ്യമായി അവരുടെ അറകൾ ഉപയോഗിക്കുന്ന ഒക്കെ വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്ന സാധനമാണ്. പിന്നീട് മെത്തകളൊക്കെ വന്നപ്പോ അത് മെത്തപ്പായ എന്നാണ് പറയുന്നത്. അച്ചിപ്പായ്ക്ക് നമ്മുടെ നാട്ടിലേക്ക് അച്ചിപ്പായി എന്ന് പറയും, ഇവിടെ മെത്തപ്പായ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സവിശേഷമായ ഒരു ഉപഹാരം നൽകിയിട്ടാണ് ഇന്നത്തെ സ്വീകരണത്തെ പറ്റി പറയുമ്പോൾ അത് ഇന്നിവിടെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മക്ബറയിൽ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ സമസ്തയുടെ സിംഹഗർജനം അവിടെ വലിയ ജനക്കൂട്ടായിരുന്നു. വലിയ ജനക്കൂട്ടം. അപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പം ഉമ്മർ നാളെ ഇപ്പം ഈ 15 ദിവസത്തെ യാത്ര 16 ദിവസത്തെ യാത്ര നാളെ അവസാനിക്കും. നമ്മൾ ഈ ഒരു 16 ദിവസം ഒരു 140 പേരടങ്ങിയ ഒരു വലിയ ഫാമിലിയോട് കൂടിയായിരുന്നു. വല്ലാത്തൊരു അനുഭവമുള്ള ദിവസങ്ങളാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും അനുഭവങ്ങൾ സമ്മാനിച്ച ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ 14 ദിവസം സമാപിച്ച് നാളെ ഇപ്പോൾ ആളുകൾ ഓരോരുത്തരും പിരിഞ്ഞു പോവുകയാണ്. അതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും അല്ലേ? അതായത് നാളെ ഒരു വലിയ സംഗമം അവിടെ നടക്കുകയാണ്. പക്ഷെ ഒരു വിരഹവേദനയുടെ ഒരു
ഒരു എന്താ പറയാ ഒരു വേർപിരിയലിന്റെ വേദന കൂടി അവിടെ നാളുണ്ട്. 16 ദിവസം ഒരു കുടുംബത്തെ പോലെ ഒന്നിച്ചുണ്ട്, ഒന്നിച്ച് ഉറങ്ങി. അതില് പിന്നെ സെക്കൻഡ് രംഗത്ത് വലിയ നേതാക്കളുണ്ട്, തായ്ക്കടയിലുള്ള ഓഫീഷ്യൽസ്, ഡ്രൈവർമാര്, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു കുടുംബത്തെ പോലെ കഴിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ നാളെ ഒരു വേർപിരിയാണ്. ആ ഒരു പിന്നെ സങ്കടം അവരോരോരുത്തരും നമ്മളൊക്കെ അതിൽ നമ്മളൊക്കെ തന്നെ അതിങ്ങനെ ആലോചിക്കുകയാണ്. ആ ഒരു ഈ ഒരു 16 ദിവസത്തെ ആ ഒരു ഫീലിംഗ് ഭയങ്കരമാണ്. ഇപ്പൊ റമദാൻ വരുമ്പോ അഹ്ലൻ സഹ്ലൻ എന്ന് പറഞ്ഞ് വലിയ ആഹ്ലാദം എല്ലാവരും കാണാം. അപ്പൊ റമദാൻ ആ രാവുകൾ കൊഴിഞ്ഞു പോകുമ്പോ ഉണ്ടാകുന്ന ഒരു വിഷമം, പോയി പോവുകയാണല്ലോ ഒരു വിഷമം. അതുപോലെ ഉള്ളിലൊരു വിഷമമുണ്ട്. ഈ യാത്രയുടെ കാരണം ഓരോ ജില്ലയിലേക്കും നമ്മൾ എത്തുമ്പോൾ ഉണ്ടായ ഒരു സ്വീകരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ ആലോചിച്ചു പോകും, നമ്മളൊക്കെ ഇത് അർഹിക്കുന്നുണ്ടോ എന്ന് വരെ നമുക്കൊക്കെ തോന്നിപ്പോകും. കാരണം അത്രയും നേതാക്കളായാലും പ്രവർത്തകരായാലും ഒക്കെ വലിയ സ്നേഹം കൊണ്ട് പോയി. പ്രത്യേകിച്ച് ഇത്തവണ നമ്മുടെ ഈ കേരളയാത്രയിൽ നമുക്ക് വലിയൊരു അഭിമാനം ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സിറാജ് ലൈവിനെ ഭയങ്കരമായിട്ടാണ് ജനങ്ങൾ ഏറ്റെടുത്തത് എന്നുള്ള. അപ്പം നമ്മുടെ ഓരോ വാർത്തകൾ വരുമ്പോഴും ആവേശത്തോടു കൂടിയാണ് അവർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു പ്ലാനിങ്ങിനൊക്കെ പുറത്തേക്ക് ഒരുപാട് നമുക്ക് പോകേണ്ടി വന്നു. കാരണം ആളുകളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഈ വാർത്തയെ കൊണ്ട് എന്ന് എത്തിക്കുക എന്നുള്ളത് നമുക്ക് വലിയൊരു ടാസ്ക് തന്നെ ആയിരുന്നു. അപ്പം ഈ ആളുകൾ ഇപ്പൊ നമ്മൾ എവിടെ ചെന്നാലും സിറാജ് ലൈവിന്റെ പ്രതിനിധികളെ കാണുമ്പോഴൊക്കെ വലിയ സ്നേഹത്തോടു കൂടി ആളുകൾ അടുത്തേക്ക് ഓടി വരിക. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു പോയി, ഈ ഒരു സംഘടന, ഇത് നമ്മളോടുള്ള ഒരു ഇഷ്ടത്തിനപ്പുറം ഈ സംഘടനയോടുള്ള, ഈ പ്രസ്ഥാനത്തോടുള്ള, കാന്തപുരം ഉസ്താദിനോടുള്ള ഒരു അടങ്ങാത്ത ഇഷ്ടം കൂടിയാണ് അതിന്റെ കാര്യം കഴിയുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു മാക്സിമത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഓരോ സ്വീകരണം, എനിക്ക് തോന്നുന്നു ഒരു സ്വീകരണ വേദി നമ്മൾ മിസ്സാക്കിയിട്ടില്ല. എല്ലാ സ്വീകരണങ്ങളും ഇതിന്റെ പ്രധാന പരിപാടികളൊക്കെ നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കാഴ്ചക്കാരുടെ എണ്ണത്തിലും അത് നമുക്ക് വളരെ കൃത്യമായിട്ട് 75 ലക്ഷത്തിലധികം വ്യൂ നമുക്ക് ഈ കേരളയാത്രാ വാർത്തകൾക്ക് തന്നെ ലഭിച്ചു എന്നുള്ളതാണ്. യൂട്യൂബിൽ മാത്രം 1 ലക്ഷത്തിലധികം വാച്ച് അവർ ലഭിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ആളുകൾ അതിനെ, അപ്പൊ സാധാരണഗതിയിൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ 3 സെക്കൻഡോ 4 സെക്കൻഡോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോകൾ മിക്കവാറും ആളുകൾ സമ്പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പത്രത്തിന്റെ റിപ്പോർട്ട് സ്ത്രീകളൊക്കെ വളരെ അധികം ഇത് വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് മാത്രമല്ല അപ്പം ഈ നേതാക്കന്മാരൊക്കെ നമുക്ക് നൽകിയൊരു സ്നേഹമുണ്ട്. ഇപ്പം ഇവിടെ പ്രാർത്ഥനകൾ ചെയ്യുന്ന സമയത്ത് ഖലീൽ ഉസ്താദ് അടക്കമുള്ള നേതാക്കളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ, സിറാജ് ലൈവ്, അങ്ങനെ ഓരോരുത്തരെയും മീഡിയ ടീം, അങ്ങനെ ഇവിടുത്തെ വളണ്ടിയർമാർ ഒരാളെ പോലും വിട്ടുപോകാതെയുള്ള ആ ഒരു, കാരണം അത് നേതാക്കളുടെ ഒരു കരുതലുണ്ടല്ലോ, അതൊന്നും നമുക്ക് വേറൊരു സ്ഥലത്തൊന്നും അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ള. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ പത്രവും ഈ വാർത്തകളെ ഇത്തവണ വളരെ ഗംഭീരമാണ്. ഉമ്മറിന്റെ നേതൃത്വത്തിൽ, നേരത്തെ ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പത്രത്തിന്റെ ടീമിനെ നയിച്ചത്. നമ്മുടെ ഹമീദ് ഇരങ്ങാടിയെ പോലെയുള്ള പ്രമുഖരായ നേതാക്കൾ, ജേർണലിസ്റ്റുകൾ, പിന്നെ ഓരോ ജില്ലയിലും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ലേഖകന്മാരും ജില്ലാ ലേഖകന്മാരും അണിനിരന്ന വലിയൊരു ടീമാണ് അത്. അപ്പോൾ പത്രത്തിനും നല്ല ഗംഭീരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ലഭിച്ചത് പത്രത്തിന്റെ റിപ്പോർട്ടുകൾക്കെല്ലാം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ആ നിലക്ക് വലിയ അഭിമാനം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കത്തി നിർത്തിയിട്ട് വാർത്തയിലേക്ക് പോകാം അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും നന്ദി. പൗരാണിക കപ്പൽപാതകളും പണ്ഡിത പാരമ്പര്യവും ഇരമ്പുന്ന കൊല്ലത്തിന്റെ മണ്ണിൽ മാനവികതയുടെ മഹാസന്ദേശമുയർത്തി കേരളയാത്ര. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന പ്രയാണം 15ാം ദിവസമാണ് കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തിയത്. വിദേശം വിതച്ച് മനുഷ്യരെ അകറ്റുന്ന കാലത്ത് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി കടന്നുവന്ന കേരളയാത്രയെ വരവേൽക്കാൻ പീരങ്കി മൈതാനിയിൽ ജനസാഗരമിരമ്പി. രാവിലെ ഓച്ചിറയിൽ നൽകിയ ആവേശകരമായ സ്വീകരണത്തോടെയാണ് ജില്ലയിലെ പര്യടനം ആരംഭിച്ചത്. ഓച്ചിറയിൽ സമസ്തയുടെ ആദ്യകാല നേതാവ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഖബർ സിയാറത്തിനു ശേഷമാണ് റാലി ജില്ലയിലേക്ക് കടന്നത്. ഓച്ചിറയുടെ പരമ്പരാഗത ഉൽപ്പന്നമായ തഴപ്പാഴ നൽകി MLA-യുടെയും ജില്ലാ നേതാക്കളുടെയും നേതൃത്വത്തിൽ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുടെയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും നേതൃത്വത്തിലുള്ള യാത്രാ സംഘത്തെ സ്വീകരിച്ചു. കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ച കേരളയാത്രക്ക് പലയിടങ്ങളിലും ആളുകൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. വൈകുന്നേരം ആശ്രാമ മൈതാനിയിൽ നിന്ന് കേരളയാത്ര റാലി ആരംഭിച്ചു. ആവേശകരമായ റാലിക്ക് ശേഷം പീരങ്കി മൈതാനിയിലെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നഗറിൽ നടന്ന മഹാസമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ N. ഇല്യാസ് കുട്ടി അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP, MLA-മാരായ M. നൌഷാദ്, PC വിഷ്ണുനാഥ്, കൊല്ലം മേയർ AK ഹഫീസ്, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു.
ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള കരുത്ത് ലോകത്തിനില്ലെന്നും പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് പോവാതിരിക്കാൻ ലോകരാജ്യങ്ങൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കണമെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരളയാത്രയ്ക്ക് കൊല്ലത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ നായകൻ കൂടിയായ ഉസ്താദ്. ഇന്ന് യഥാർത്ഥത്തിൽ ലോകമൊട്ടാകെ വളരെ ഭയത്തിലാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധം നടക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ നടന്നാൽ അത് ആ രണ്ട് രാഷ്ട്രം തമ്മിലല്ല, ഇവിടെയുള്ള എല്ലാ രാഷ്ട്രങ്ങളും അതിൽ ഭാഗവാക്കാകേണ്ടി വരും. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാൻ നമ്മുടെ രാജ്യത്തിന് കഴിവ് ഇല്ല. അതുകൊണ്ട് ആ യുദ്ധം ഇല്ലാത്തൊരു തീരുമാനത്തിലെത്താൻ നമ്മുടെ ഇന്ത്യ രാജ്യം ഉത്സാഹിക്കണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖത്തറിൽ താമസിക്കുന്ന അമേരിക്കക്കാരുടെ ഭാഗത്താണ് ഈയിടെ അല്പ ദിവസം മാസങ്ങൾക്ക് മുമ്പ് ബോംബ് വീണത്. എന്നാൽ അതുപോലെ അമേരിക്കയുടെ സൈനികർ താമസിക്കുന്ന താവളം ദുബായിൽ ഉണ്ട്, അബുദാബിയിലുണ്ട്, ഖത്തറിലുണ്ട്, കുവൈത്തിലുണ്ട്, ഒമാനിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവരെല്ലാം ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബോംബ് ഇടുന്ന പക്ഷം ആ രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്ക് വലിയ വിപത്താണ്. ലക്ഷക്കണക്കായ ജനങ്ങൾ, ഇന്ത്യക്കാരടക്കം ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾ തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ ലോകത്ത് മുഴുവനും ദാരിദ്ര്യത്തിലേക്ക് പോകും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് യുദ്ധങ്ങൾ കഷ്ടപ്പാടുകളും നാശനഷ്ടങ്ങളും മാത്രമാണ് നൽകുക. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നത് മാത്രമല്ല യുദ്ധമുണ്ടാക്കുന്ന ദുരിതം, ദൂരവ്യാപകമായ ആഘാതങ്ങളും തീരാനഷ്ടങ്ങളുമാണ് ഒരു യുദ്ധത്തിൻ്റെ ബാക്കി പത്രം. ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങളും ആക്രമണങ്ങളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളുടെ പരമാധികാരം അംഗീകരിക്കാൻ ആരും തയ്യാറല്ല. കയ്യൂക്കുള്ളവന് എന്തും ചെയ്യാനും വിളിച്ചു പറയാനും മടിയുമില്ല. ഐക്യരാഷ്ട്രസഭ നോക്കുകുത്തിയായി നിൽക്കുന്ന സ്ഥിതി. തർക്കങ്ങളിൽ നമ്മുടെ രാജ്യം സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും കാന്തപുരം ഉസ്താദ് ആവശ്യപ്പെട്ടു. കേരള യാത്രയിൽ ഉയർന്നു വരുന്ന നല്ല നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കൊല്ലത്ത് സിറാജ് ലൈവ് എഡിറ്റർ ഇൻചാർജ് സയ്യിദ് അലി ശിഹാബിന് അനുവദിച്ച ഹ്രസ്വമായ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗ്രാൻഡ് മുഫ്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്ര മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം കൃത്യമായി നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ കേരള യാത്ര ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട ഓരോ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ തലത്തിൽ അതെങ്ങനെയായിരിക്കും സ്വീകരിക്കുക? സർക്കാർ തലത്തിലുള്ള ഈ വരുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സർക്കാരിൻ്റെ നടപടിക്രമം അനുസരിച്ച് തന്നെയാണ്. എന്തായാലും പരമാവധി നല്ല ആശയങ്ങൾ വരുമ്പോൾ എപ്പോഴും സർക്കാരിൻ്റെ നല്ല ആശയങ്ങൾ കേൾക്കാനും ചർച്ച ചെയ്യാനും സന്തോഷമാണുള്ളത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ നിർദ്ദേശങ്ങൾ എപ്പോഴും സർക്കാർ സ്വാഗതം ചെയ്യുന്നു. ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാനും ഏകശിലാരൂപത്തിലുള്ള സംസ്കാരം അടിച്ചേൽപ്പിക്കാനുമുള്ള നീക്കങ്ങൾക്കെതിരായ ജനവികാരമാണ് കേരള യാത്രയിൽ പ്രതിഫലിക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കേരള മുസ്ലിം ജമാഅത്ത് കൊല്ലം പീരങ്കി മൈതാനിയിൽ നൽകിയ കേരള യാത്ര സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിന്ന് ഒരു ജനവിഭാഗത്തെ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നവർ രാഷ്ട്രപിതാവിനെ പോലും അപമാനിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്നവർക്കെതിരായ ശക്തമായ ശബ്ദമാണ് ഈ യാത്രയിലൂടെ ഉയരുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിക്കാനും സ്നേഹവും സഹവർത്തിത്വവുമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനും ഈ യാത്രക്ക് സാധിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈവിധ്യം അംഗീകരിക്കാനും വിയോജിപ്പുകൾ മനസ്സിലാക്കാനുമുള്ള കഴിവാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ആ കാഴ്ചപ്പാട് കടുത്ത വെല്ലുവിളി നേരിടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ പാരമ്പര്യം തകർക്കപ്പെടുകയാണ്. ഒരു രാജ്യം, ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുവാൻ ആഗ്രഹിക്കുകയാണ് ചിലർ.
ലോകത്തിനു മുമ്പിൽ ഈ നാടിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ നേതാക്കളെ ചരിത്രത്തിൽ നിന്നും വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഓർമ്മകളിൽ നിന്ന് പോലും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. രാഷ്ട്രപിതാവിൻ്റെ പേര് പോലും തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമങ്ങൾ, സിവിൽ കോഡുകൾ, അതിൻ്റെ നിയമ നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വഖഫ് ബോർഡ് പോലെയുള്ള ഭേദഗതി ബില്ല് പോലെയുള്ള കാര്യങ്ങളിൽ വിവാദപരമായ അംശങ്ങൾ ഉൾപ്പെടുത്തൽ, ഇതൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അവർക്ക് ഈ നാട്ടിൽ മാന്യമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വെറുപ്പിനെതിരെ സ്നേഹത്തിന്റെ തീർത്ഥയാത്രയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്രയെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. ഓരോ കാലഘട്ടത്തിലും നേരിന്റെ പാത തെളിയിക്കാൻ മഹാഗുരുക്കൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ശരിയുടെ പാതയിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് കാന്തപുരം ഉസ്താദ് ഏറ്റെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു മഹത്തായ യാത്രയാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന യാത്രയാണ്. ഓരോ കാലഘട്ടത്തിനും മഹാഗുരുക്കന്മാരുടെ ആവശ്യമുണ്ട്. സമൂഹത്തെ പ്രതിസന്ധി കാലത്ത് ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഞാൻ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും മനോഹരമായ മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യർക്കൊപ്പം എന്ന ഈ മുദ്രാവാക്യമാണ്. ഈ ഒറ്റ വാക്കിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് പ്രഭാഷണങ്ങളിൽ വിവരിക്കുക വളരെ പ്രയാസമാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഈ മുദ്രാവാക്യത്തെയാണ്. ഒരു വശത്ത് ഭരണകൂടങ്ങൾ പോലും സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള മനഃപൂർവമായ പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയങ്കരനായ ശ്രീ ഷിബു ബേബി ജോൺ മുൻ മന്ത്രി അവർകളടക്കം ഇവിടെയുണ്ട്. നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഭക്ഷണത്തിൻ്റെ പേരിൽ, ഒരാളുടെ നാമധേയത്തിൻ്റെ പേരിൽ, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ വിഭാഗീയതയും വെറുപ്പും വിദ്വേഷവുമെല്ലാം പ്രചരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് അഭ്യുന്നതനായ AP ഉസ്താദ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, നോക്കൂ, ഈ ദിവസങ്ങളിൽ എത്ര ലക്ഷം ആളുകളാണ് ഒരുമിച്ചിരുന്ന് ഈ മുദ്രാവാക്യത്തെ, ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. മാനവിക മൂല്യങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതി മത ഭേദങ്ങൾക്കപ്പുറം മനുഷ്യരെ മനുഷ്യനായി കാണാൻ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരളയാത്ര സഹായകരമാണെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. സമൂഹത്തിൽ ചൂഷണം അനുഭവിക്കുന്നവരെയും അവഗണിക്കപ്പെടുന്ന താഴ്ന്ന വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന സമീപനമാണ് ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്നതെന്നും അതുവഴി മനുഷ്യകേന്ദ്രീകൃതമായ ഒരു സാമൂഹിക ബോധം രൂപപ്പെടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ വ്യതിരിക്തമായിട്ടുള്ള പ്രമേയമാണ് മനുഷ്യർക്കൊപ്പം. മാനവികതയുടെ പരിപ്രേക്ഷ്യം തന്നെയാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളത്. അപ്പം മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും സർവ്വമൂല്യങ്ങളെയും ചവിട്ടിമെതിച്ചുകൊണ്ട് പ്രാകൃതമായ സംസ്കൃതിയിലേക്ക് നാട് നടന്നു നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി രൂപാന്തരപ്പെടുത്താനും നിലനിർത്താനും ആ മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജാതിമത സാമുദായിക ഭേദങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യനെ കാണാൻ സ്നേഹത്തോടെ, ആർദ്രതയോടെ, കാരുണ്യത്തോടെ, വാത്സല്യത്തോടെ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സാംസ്കാരിക അന്തരീക്ഷം ഈ നാട്ടിൽ രൂപപ്പെടണമെന്നുള്ള മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ കേരളയാത്രയിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ കേരളയാത്രയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലഘുലേഖയുടെ അവസാന പേജിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മനുഷ്യരോടൊപ്പം എന്നതിന് ഇങ്ങനെയും ഒരർത്ഥമുണ്ട്. ആ അർത്ഥം ഇതാണ്: ആധുനികത സൃഷ്ടിക്കുന്ന ഒറ്റപ്പെടൽ, മനുഷ്യന്റെ സംഘർഷങ്ങൾ, അന്യവൽക്കരണം, അർദ്ധരാഹിത്യം, ആധുനിക ജീവിതത്തിന്റെ ആശങ്കകൾ, മാനസികാരോഗ്യ പ്രതിസന്ധികൾ, മനുഷ്യരനുഭവിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ ഭീഷണികളെ ഇസ്ലാമിക സങ്കല്പങ്ങളിലൂടെ സുഖപ്പെടുത്തുന്നു.
ആത്മീയമായ ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ, തത്വചിന്താപരമായിട്ടുള്ള തെളിച്ചം, ധാർമ്മികമായ വെളിച്ചം എന്നിവ നൽകി മനുഷ്യനെന്ന ആധുനിക കർത്തൃത്വത്തെ സുരക്ഷിതമാക്കുന്നു. മാനുഷിക മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാവ്യക്തിത്വമാണ് കാന്തപുരമെന്നും ഭിന്നിപ്പും വെറുപ്പും പരത്തുന്ന നാട്ടിൽ സ്നേഹത്തിന്റെ സന്ദേശമാണ് കേരളയാത്ര മുന്നോട്ട് വയ്ക്കുന്നതെന്നും മുൻ മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. നിമിഷപ്രിയ കേസിൽ കേരളം കാന്തപുരത്തോട് കടപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ കാലഘട്ടം നമുക്കറിയാമല്ലോ, ഭിന്നിപ്പിക്കാൻ എളുപ്പമാണ്. വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് ഞങ്ങളുടെ ദൗത്യമാണ് എന്ന് ചിന്തിച്ച് പലരും പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഓരോ പ്രസ്താവനകളും അല്ലെങ്കിൽ മറ്റും പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ മനുഷ്യസ്നേഹികളായിട്ടുള്ളവർ നമ്മൾ മനസ്സിൽ ഒരു ഭാരം പേറി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുള്ള ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഞാൻ ദീർഘമായി പോകുന്നില്ല. നിമിഷപ്രിയയുടെ മോചനത്തെക്കുറിച്ച് പ്രിയ സുഹൃത്ത് വിശ്വനാഥ് ഇവിടെ സൂചിപ്പിച്ച എല്ലാവർക്കും അറിവുള്ളതാണ്. ഭരണ സംവിധാനങ്ങളൊക്കെ പകച്ചു നിൽക്കുകയും അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ശക്തമായ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ പോലും പകച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എല്ലാം അസ്തമിച്ചു എന്ന് മലയാളി സമൂഹം വിശ്വസിച്ചിരുന്നൊരു സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി ആ സഹോദരിയുടെ മോചനം ഉസ്താദ് വഴി അത് നടപ്പിലായി എന്ന് പറയുമ്പോൾ എത്രത്തോളം മലയാളി സമൂഹം നന്ദിയോടുകൂടി ആ നിമിഷങ്ങൾ സ്മരിച്ചിരുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പകുത്തുകൊടുക്കലിന്റെ സ്നേഹയാത്രയാണ് കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്ര എന്ന് ഫാദർ ഫെലിക്സ് തരകൻ പറഞ്ഞു. മനുഷ്യനെയും മനുഷ്യത്വത്തെയും അന്വേഷിക്കുകയും മാനവികതയുടെ ശക്തമായ സന്ദേശം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന നല്ല സന്ദേശം ഈ യാത്ര ഉൾക്കൊള്ളുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ പറയും, ഉസ്താദ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടുന്ന ഈ കേരളയാത്ര പകുത്തുകൊടുക്കലിന്റെ സ്നേഹയാത്രയാണ്. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ മാനവികതയുടെ ശക്തമായ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഗ്രീക്ക് സംസ്കാരം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഡയോജനീസ് എന്ന് പറയുന്ന ഒരു മഹാജ്ഞാനി ഉണ്ടായിരുന്നു. അദ്ദേഹം നട്ടുച്ചയ്ക്കൊരു റാന്തൽ വിളക്കുമായി ഏതൻസിന്റെ തെരുവീതിയിലൂടെ നടന്നു. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? സൂര്യൻ ഉദിച്ച് ഉഗ്രപ്രതാപത്താൽ നിൽക്കുമ്പോൾ ഏതൻസിന്റെ തെരുവീതിയിൽ റാന്തൽ വിളക്കുമായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാചകമുണ്ട്, അലക്സാണ്ടറിന്റെ സാമ്രാജ്യത്തെക്കാൾ ഗംഭീരമായ ജ്ഞാനത്തിന്റെ കൊടുമുടി കയറിയ ഡയോജനീസ് പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഈ നട്ടുച്ച നേരത്ത് റാന്തൽ വിളക്കും പേറി ഞാൻ അന്വേഷിക്കുന്നത് ഒരു മനുഷ്യനെയാണ്. ഞാൻ പറയും, കാന്തപുരം ഉസ്താദിന്റെ യാത്ര മനുഷ്യരെയും മനുഷ്യത്വത്തെയും അന്വേഷിച്ചുകൊണ്ടുള്ള മഹത്തായ യാത്രയാണ്. ഒരു ഇടവേള. ലോകത്തെവിടെ നിന്നും നീറ്റ് JEE എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം. ക്രിസാലിസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ക്രിസാലിസ് ഇനി നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ വിരൽത്തുമ്പിൽ. കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡഡ് ക്ലാസുകൾ, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്കപ്പ് എക്സാം. ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി. ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ്. നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലിസിനൊപ്പം ആവട്ടെ. ക്രിസാലിസ് ലേണിംഗ് ആപ്പ്, യുവർ ക്വസ്റ്റ് ഫോർ എക്സലൻസ് എൻഡ്സ് ഹിയർ. കോൺടാക്ട് 8086551999. കൊല്ലം പരപ്പിലെ സ്വകാര്യ മണൽ ഖനന നീക്കം മത്സ്യസമ്പത്തിനെയും ലക്ഷക്കണക്കിന് തൊഴിലാളികളെയും ബാധിക്കുമെന്നും ഇത് പാരിസ്ഥിതിക ദുരന്തത്തിന് വഴിവെക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 2 ലക്ഷം മത്സ്യത്തൊഴിലാളികളിൽ വർക്കല തൊട്ട് അമ്പലപ്പുഴ വരെ 85 കിലോമീറ്ററിനിടയിൽ ഏകദേശം 50,000-ഓളം മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരെ മുഴുവനും പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് മണൽ ഖനനം. 32 ദശലക്ഷം ടണ്ണ് 302 ദശലക്ഷം ടണ്ണ് മണൽ ഖനനം ചെയ്യാനാണ് കേന്ദ്ര ഗവൺമെൻറ് പ്ലാന്. ആ തീരുമാനം പുനഃപരിശോധിക്കണം.
നീണ്ടകര മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മറൈൻ സർവകലാശാലയായി ഉയർത്തണം. മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികൾക്ക് ESI ആനുകൂല്യം ഉറപ്പാക്കണമെന്നും മണ്ണെണ്ണ സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നു. ചവറ, കരുനാഗപ്പള്ളി മേഖലകളിലെ ക്യാൻസർ വ്യാപനം പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കണം. ചിറ്റൂർ ആസിഡ് ഗ്രാമത്തിലെ നിവാസികളെ പുനരധിവസിപ്പിക്കാൻ പാക്കേജ് അനുവദിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ പരീക്ഷാ ഫലപ്രഖ്യാപന കാലതാമസം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണം. കശുവണ്ടി മേഖലയെ സംരക്ഷിക്കാൻ പ്രത്യേക പാക്കേജ് അനുവദിക്കുക. കൊല്ലം ചെങ്കോട്ട പാതയിൽ ട്രെയിൻ സർവീസുകൾ വർദ്ധിപ്പിക്കുക. മലബാറിലേക്കുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ കൂടുതൽ ദീർഘദൂര സർവീസുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വാർത്താസമ്മേളനത്തിൽ ഉയർന്നു. യാത്രാ നായകരായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, പ്രൊഫസർ N. ഇല്യാസ് കുട്ടി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സക്കാഫി എന്നിവർ സംബന്ധിച്ചു. ലഹരി വിപത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ നിലപാടെടുക്കണമെന്നും ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള നീക്കങ്ങളെ ജാഗ്രതയോടെ പ്രതിരോധിക്കണമെന്നും കൊല്ലത്ത് നടന്ന സ്നേഹവിരുന്നിൽ നിർദ്ദേശമുയർന്നു. കേരള യാത്രയുടെ ഭാഗമായി കൊല്ലം റാഹത്ത് ഗലേറിയ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം വിവിധ സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയായി മാറി. ലഹരി ഉപയോഗം പുതിയ തലമുറയെ നശിപ്പിക്കുന്നത് തടയാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണമെന്ന് KPCC മൈനോറിറ്റി സെക്രട്ടറി അൻവർ പാലിക്കൽ ആവശ്യപ്പെട്ടു. ശരിയായ ചരിത്രം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തണമെന്ന് പീച്ചൻ വീടൻ നയാസ് മുഹമ്മദ് പറഞ്ഞു. രാഷ്ട്രീയ ലാഭത്തിനായി മതത്തെ ദുരുപയോഗം ചെയ്യരുതെന്ന് സുഹൈൽ അൻസാരി അഭിപ്രായപ്പെട്ടു. 6 വരി ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഒഴിവാക്കണമെന്നും ജനവാസ മേഖലകളിൽ മണ്ണിട്ട് റോഡ് ഉയർത്തുന്നതിന് പകരം പാലങ്ങൾ നിർമ്മിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യവും യോഗത്തിൽ ഉയർന്നു. S. ജയമോഹൻ, പുലത്തറ നൌഷാദ്, ഗോപകുമാർ, നൌഷാദ് ഷാഫി, സദക്കത്തുള്ള, ഷാനവാസ് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക പ്രമുഖർ സ്നേഹവിരുന്നിൽ സംബന്ധിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന 1000 കുട്ടികൾക്ക് കൈത്താങ്ങാകാൻ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ആവിഷ്കരിച്ച റിഫായി കെയർ പദ്ധതിയുടെ സമർപ്പണം വെള്ളിയാഴ്ച നടക്കും. തിരുവനന്തപുരത്ത് കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി സമർപ്പിക്കും. സംസ്ഥാനത്തെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള 1000 ഓട്ടിസം ബാധിതരായ കുട്ടികൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. ഓരോ കുട്ടിക്കും പ്രതിമാസം 2500 രൂപ വീതം വർഷത്തിൽ 30,000 രൂപയുടെ സാമ്പത്തിക സഹായം ICF നൽകും. വലിയ വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെയും അവരെ പരിചരിക്കുന്ന മാതാപിതാക്കളെയും ചേർത്തുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോവിഡ് കാലത്തെ ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണം ഉൾപ്പെടെ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായാണ് പ്രവാസി മലയാളി കൂട്ടായ്മയായ ICF പുതിയ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. മാനവികതയുടെയും സൗഹൃദത്തിൻ്റെയും സന്ദേശമുയർത്തി പ്രയാണം നടത്തിയ കേരള യാത്ര വെള്ളിയാഴ്ച തലസ്ഥാന നഗരിയിൽ സമാപിക്കും. മനുഷ്യരോടൊപ്പം എന്ന പ്രമേയത്തിൽ 16 ദിവസമായി തുടരുന്ന യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ വൻ ജനമുന്നേറ്റത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുക. വൈകിട്ട് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പ്രമുഖരും സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് പ്രവർത്തകർ നഗരിയിലേക്ക് ഒഴുകിയെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പീരങ്കി മൈതാനിയിൽ ജനസാഗരമിരമ്പി കേരള യാത്രയ്ക്ക് കൊല്ലത്ത് ഉജ്ജ്വല സ്വീകരണം. പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് പോവാതിരിക്കാൻ ലോകരാജ്യങ്ങൾ കടുത്ത തീരുമാനമെടുക്കണമെന്ന് കാന്തപുരം ഉസ്താദ്. ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള കരുത്ത് ലോകത്തിനില്ലെന്നും കാന്തപുരം. കേരള യാത്രയിൽ ഉയർന്നുവരുന്ന നല്ല നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. സിറാജ് ലൈവ് എക്സ്ക്ലൂസീവ്. നീണ്ടകരയെ അന്താരാഷ്ട്ര മാരിടൈം ഹബ്ബായി ഉയർത്തണമെന്ന് കേരള യാത്ര. കൊല്ലം പരപ്പിലെ മണൽ ഖനന നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യം. കേരള യാത്ര വെള്ളിയാഴ്ച സമാപിക്കും. നാടിന്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ തിരുവനന്തപുരത്തേക്ക്. ഉത്തരിക്കണ്ടം മനുഷ്യസാഗരമാകും. ഒരു ഇടവേള. waytonikah.com, the exclusive Muslim matrimonial site. അപ്പോൾ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കേരള യാത്രയുടെ വിശേഷങ്ങൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനി കേരള യാത്ര ഒരു ദിവസം കൂടിയാണ് കേരള യാത്രയുടെ പ്രയാണം ബാക്കിയുള്ളത്. കേരള യാത്ര മുന്നോട്ട് വെക്കുന്ന ശക്തമായ സന്ദേശങ്ങൾ അത് ജനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇനി ആ കാര്യങ്ങൾ ഇപ്പം നേതാക്കൾ പറഞ്ഞതുപോലെ ഈ സന്ദേശങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് ക്രോഡീകരിച്ച് നൽകുന്നുണ്ട്. അതിനനുസരിച്ച് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷയാണ്. അപ്പോൾ സിറാജ് ലൈവിനൊപ്പമുള്ള നിങ്ങളുടെ യാത്ര തുടരുക. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.
സമാപന ദിവസം വിവിധങ്ങളായ വാർത്തകൾ, കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ അതോടൊപ്പം തുടരുക. അപ്പോൾ സിറാജ് ലൈവ് നിങ്ങളുടെ ജീവിതത്തിലെ നിത്യമായി കാണുന്ന ഒരു വാർത്താ ചാനലാക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ശിഹാബ്. നന്മഴകായി വെൺമുകിലായി കേരള യാത്ര